സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതോടെ തൽക്കാലം കേന്ദ്ര സർക്കാരുമായി കലഹത്തിന് പോവേണ്ട എന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ. പ്രതിസന്ധിയിൽ കേന്ദ്ര സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. കേന്ദ്രവുമായി ഭരണപരമായ കാര്യങ്ങളിൽ നയപരമായാണ് മുന്നോട്ട് പോകുന്നതെന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ വാക്കുകളിൽ ഇത് വ്യക്തമാണ്. തുടർച്ചയായി ലഭിച്ച കേന്ദ്ര സഹായമാണ് ധനവകുപ്പിന് ഇപ്പോൾ ആശ്വാസമായത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, തൽക്കാലം കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സംസ്ഥാന ധനകാര്യ വകുപ്പ് എത്തുന്നു. കാരണം ഇപ്പോഴും കടം നൽകിക്കൊണ്ട് കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാനാവില്ല. അത്തരം തിരിച്ചറിവിലേക്ക് കേരളത്തിലെ ധനകാര്യ വകുപ്പ് എത്തുന്നു. അങ്ങനെയല്ലേ പ്രജിത്ത് മോഹൻ? വിനോദ്, നേരത്തെ ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ പരാതികളൊക്കെ ഉയർത്തിയിരുന്ന ധനമന്ത്രിയൊക്കെ ഇപ്പോൾ നിലപാടുകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം 37,512 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ഈ സാമ്പത്തിക വർഷം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്ന 3 ദിവസം മാത്രം ബാക്കിയുള്ള സാമ്പത്തിക വർഷത്തിൽ കേരളത്തിനായി അനുവദിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് 48,000 കോടി വരെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ കേന്ദ്രം കേരളത്തെ അനുവദിച്ചിട്ടുള്ളത്. കേരളം പ്രതീക്ഷിച്ചതിലും വലിയ സഹായമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിനെ പറ്റി സുപ്രീം കോടതി വരെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളത്തിന് കൂടുതൽ വായ്പ എടുക്കാനൊക്കെയുള്ള അനുമതി ലഭിച്ചത് ഒരു വലിയ സഹായമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇല്ലായെങ്കിൽ ഒരുപക്ഷെ ഈ സാമ്പത്തിക വർഷ അവസാനത്തോടെ ട്രഷറി വീണ്ടും വലിയ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോവുകയും ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ 12,000 കോടി രൂപയുടെ കടമെടുക്കാൻ അനുവദിച്ചതും പിന്നീട് 6,000 കോടി അധികമായി കടമെടുക്കാൻ അനുവദിച്ചതും എല്ലാം കൂടി ചേരുമ്പോൾ കേരളത്തിന് വലിയ സഹായം തന്നെയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. 25-ാം തീയതി 7,139 കോടി കൂടി കേരളം കടമെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സഹായങ്ങൾക്കെല്ലാം ഒടുവിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്രവുമായി കൂടുതൽ ഒരു ഉടക്കിലേക്കോ പ്രതിഷേധത്തിലേക്കോ എതിർപ്പിലേക്കോ പോകണ്ട എന്നുള്ളതാണ് കേരളം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനം കേന്ദ്രം പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സംസ്ഥാനത്തെ സർക്കാരിനും ധനവകുപ്പിനും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റമെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ നയപരമായ കാര്യങ്ങളിൽ കേന്ദ്രവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ പറയുന്നതും ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്രയും കാലം കേന്ദ്രവുമായി ഉടക്കുന്നതിന് പകരം കേന്ദ്രവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, കേന്ദ്രം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കണക്കുകൾ കൃത്യമായി നൽകുകയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നേരത്തെ ഈ കടമെടുക്കാനൊക്കെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചകൾ സംസ്ഥാനം വരുത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ ഒപ്പം KSEBയുടെ ചില കുടിശ്ശികകൾ ഏറ്റെടുക്കുന്നതിൽ പെൻഷൻ പ്രായം ഒരു വയസ്സ് കൂടി അല്ലെങ്കിൽ ആ ഒരു സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അടക്കമുള്ള കാര്യങ്ങളിൽ നയപരമായ തീരുമാനങ്ങൾ എടുത്ത് അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കടമെടുക്കാനുള്ള അനുമതിയും കിട്ടിയിരിക്കുന്നത്. അത് സംസ്ഥാനത്ത് വലിയൊരു സാമ്പത്തിക ദുരന്തത്തിലേക്ക് പോകുമായിരുന്ന സംസ്ഥാനത്തെ കേന്ദ്രത്തിൻ്റെ ആ നിർണായക തീരുമാനം സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്രവുമായി വലിയ ഉടക്കിലേക്കൊന്നും സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് പോകാനുള്ള സാധ്യതയില്ല. ഈ ഭരണപരമായ കാര്യങ്ങൾ കേന്ദ്രവുമായി യോജിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കുന്നു. വിനോദ്, തീർച്ചയായും കേന്ദ്രവുമായി അത്തരത്തിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടതില്ല എന്നാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ പുതിയ സമീപനം. കാരണം എല്ലാ കാലത്തും അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന സഹായങ്ങൾ ഇല്ലാതാകും എന്നുള്ള തിരിച്ചറിവാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരം ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലയിലാണ് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ധനമന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹനൻ.